ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേട്ടോ. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് പാർട്ട് 1 ആണ്. പാർട്ട് 1 തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. നമുക്ക് തിരുവനന്തപുരത്തെ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നോക്കാം. 10 എണ്ണാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ഒന്നാമത്തെ വിനോദസഞ്ചാര കേന്ദ്രം എഴുതാട്ടോ. ഒന്നാമത്തെ ഒരു ടെമ്പിളാണ്, ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം. നമുക്ക് അടുത്ത വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് ഒരു ബീച്ചാണ് കേട്ടോ. കുറച്ച് ബീച്ചുണ്ട്. രണ്ടാമത്തത് വർക്കല ബീച്ചാണ് കേട്ടോ. വർക്കല ബീച്ച്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവും വർക്കല ബീച്ചുമാണ് നമ്മൾ നോക്കിയത്. ഇനി മൂന്നാമത്തത് ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ. മൂന്നാമത്തത് ശംഖുമുഖം ബീച്ചാണ് കേട്ടോ. ശംഖുമുഖം ബീച്ച്. ഇനി നാലാമത്തത് ഒരു ഇതാണ് കേട്ടോ. നാലാമത്തത് ഒരു ഡാമാണ്. നാലാമത്തത് നെയ്യാർ ഡാമാണ് കേട്ടോ. നെയ്യാർ ഡാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ 2 ബീച്ച്, വർക്കല ബീച്ചും ശംഖുമുഖം ബീച്ചും, ഇപ്പം നെയ്യാർ ഡാമും. ഇനി നമുക്ക് അഞ്ചാമത്തത് നോക്കാം കേട്ടോ. അഞ്ചാമത്തത് ഒരു തുറമുഖമാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാകും. അഞ്ചാമത്തത് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം. അഞ്ചാമത്തത് വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. ഇനി ആറാമത്തതാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുറമുഖവും പഠിച്ചു. ഒരു മിനിറ്റ്, ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. ബീച്ച്. ആ ബീച്ച് ഞാൻ ഇവിടെ എഴുതാം. അതാണ് 3 ബീച്ച് ഉണ്ട് കേട്ടോ. കോവളം ബീച്ച്, അവിടെ നെയ്യാർ ഡാം. അപ്പോൾ നമ്മളിതാ 3 ബീച്ചുകൾ പഠിച്ചു കേട്ടോ. 3 ബീച്ചും ഒരു തുറമുഖവും ഒരു ക്ഷേത്രവും. ഇനി അടുത്തത് നമ്മൾ രണ്ട് വന്യജീവി സങ്കേതങ്ങളാണ് കേട്ടോ നോക്കുന്നത്. അല്ലെ, പക്ഷി സങ്കേതവും വന്യജീവി സങ്കേതവും ആണ് നോക്കുന്നത്. ഒന്നാമത്തത് അരിപ്പ പക്ഷി സങ്കേതമാണ് കേട്ടോ. അരിപ്പ പക്ഷി സങ്കേതം. ഇത് നിങ്ങൾക്ക് അത്ര അറിയുണ്ടാവില്ല, പക്ഷെ അടുത്തത് നിങ്ങൾക്ക് അറിയുണ്ടാവും കേട്ടോ. എട്ടാമത്തത് നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. നെയ്യാർ വന്യജീവി സംഗീതം. അപ്പോൾ നമ്മളിതാ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 8 എണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്ഥലം കുറവായതുകൊണ്ട് നമ്മളിതാ ഒന്നാമത്തെ വായിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എഴുതിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അത് മോളിക്ക് എഴുതാം. ഇവിടെ മോളിക്ക് ഇവിടെ എഴുതാം പൊന്തിച്ചിട്ട്.
9ാമത്തത് ഇവിടെ തിരുവനന്തപുരം എഴുതട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറും. ഇത്രയും കഴിഞ്ഞതാണ് കേട്ടോ. നമുക്ക് 9ാമത്തതാണ്. 9 പൊന്മുടി. ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വൃത്തികരമാവട്ടോ. ഇവിടെ ആയ കുറച്ച് പാടുണ്ട് എഴുതാൻ. ഇനി ലാസ്റ്റ് 1 5 തെങ്ങ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം, വർക്കല ബീച്ച്, ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച്, വിഴിഞ്ഞം തുറമുഖം, നെയ്യാർ ഡാം, അരിപ്പ പക്ഷി സങ്കേതം, നെയ്യാർ വന്യജീവി സങ്കേതം, പൊന്മുടി, 5 തെങ്ങ്. ഇതെല്ലാം നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു 10 വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇനിയും ഉണ്ട് കേട്ടോ, നഗരസഭയൊക്കെ ഉണ്ട്. ഞാൻ 10 ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പാർട്ട് 2 തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. പാർട്ട് 2 തൃശ്ശൂർ ജില്ലയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മൾ പരിചയപ്പെടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.